ഗുരുതര രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മട്ടന്നൂർ ചാലോട് സ്വദേശിനി ഉദാരമതികളുടെ സഹായം തേടുന്നു. ഇഞ്ചിക്കാലിൽ ഷീജയാണ് തലച്ചോറിലുണ്ടായ ഗുരുതരമായ അണുബാധയെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്നത്. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷീജ ഇപ്പോൾ. എല്ലാവരെയും പോലെ സജീവമായി നിന്നിടത്ത് നിന്ന് പൊടുന്നനെയാണ് ചാലോട് ഇഞ്ചിക്കാലിൽ ഗോപാലിൻ്റെയും പങ്കജവല്ലിയുടെയും മകളും കാരപ്രത്ത് അരുണിൻ്റെ ഭാര്യയുമായ കെ ഷീജ നിശബ്ദമായത്. തലച്ചോറിലെ ഗുരുതരമായ അണുബാധയെ തുടർന്ന് ഒരു മാസത്തോളമായി മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ഇതിനകം തന്നെ ചികിത്സയ്ക്കായി 18 ലക്ഷത്തോളം രൂപ കുടുംബം ചെലവഴിച്ചു കഴിഞ്ഞു. ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് തന്നെ 25,000 രൂപയിലധികം വേണ്ടി വരുന്നുണ്ട്. നിർധന കുടുംബത്തിന് ഇനിയും ഭാരിച്ച തുക താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ചികിത്സ നടത്തുകയാണെങ്കിൽ 2 മാസം കൊണ്ട് അസുഖം പൂർണ്ണമായി ഭേദമായി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ തുടർ ചികിത്സയ്ക്കായി 25 ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. ചാലോടിലെ ചുറുചുറുക്കോടുകൂടി പ്രവർത്തിച്ച ഷീജ ഇപ്പോൾ വെന്റിലേറ്ററിൽ. ഷീജയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ 2 മാസം തുടർന്ന് ചികിത്സ നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ കുടുംബത്തിന് ഇതിനകം തന്നെ അവരെ സാമ്പത്തിക സാധ്യത പരമാവധി ഉപയോഗിച്ച് ചികിത്സ നടത്തിയിട്ടുണ്ട്. തുടർ ചികിത്സക്ക് സാമ്പത്തിക സഹായം എത്താതെ കൊണ്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ നമ്മൾ ഒരുപാട് പേരെ ചാലോട്ടിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ഷീജയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കണം. അതിനുവേണ്ടിയുള്ള സഹായം എത്തിക്കണം. ഷീജ നമ്മളൊപ്പരം നടന്നു പോകാനുള്ള അവസരം നമ്മൾ വിചാരിച്ചാലാക്കാൻ കഴിയും. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ളതാണ്, സഹായം കൊടുക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ വളരെ വലുതാണ് ഇപ്പോഴത്തെ ചികിത്സാ ചെലവ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ ചെയർപേഴ്സണായും എം രത്നകുമാർ കൺവീനറായും പി കെ സനീഷ് ട്രഷററും ആയിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചാലോട് 1-ാം വാർഡിൽ ഇഞ്ചിക്കാൽ ഗോപാലൻ്റെയും പങ്കജേഷിയുടെയും മകള് ഷീജ, ഭർത്താവ് അരുൺ ആണ് ഏകദേശം 1.5 മാസത്തോളമായി അബോധാവസ്ഥയിൽ ഹോസ്പിറ്റൽ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇതിനോടകം തന്നെ ഭാരിച്ച തുക കുടുംബത്തിന് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ആയതിനാൽ ചാലോട് വാർഡ് മെമ്പർ ചെയർമാനായും എം രത്നകുമാർ കൺവീനറായും സനീഷ് പി കെ ട്രഷറായും ഉള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ചികിത്സക്കായി 25 ലക്ഷത്തോളം രൂപ നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഈ കമ്മിറ്റി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും ചില സ്ഥലങ്ങളിൽ ക്യാമ്പ് വെച്ചും നമ്മൾ പണം സ്വരൂപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ നല്ലവരായ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ പിന്തുണയും നിങ്ങളെക്കൊണ്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാ സഹായവും ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഷീജയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ചികിത്സാ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കുടുക്കിമട്ട ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ 4042411100000955 എന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.